നമസ്കാരം. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഏറ്റവും അവസാനമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് DYFIയുടെ പൊതിച്ചോറ് അവസാനിപ്പിക്കണം, കൊടികുത്തിയുള്ള പ്രചരണങ്ങളൊന്നും അനുവദിക്കില്ല എന്നൊക്കെ കുറേ പറയുന്നത് കേട്ടു. മുരളീധരൻ്റെ വാക്കിനെ കേരളത്തിലെ ജനങ്ങൾ വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കാറില്ല. അതിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കാറുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ഏതായാലും ഈ പൊതിച്ചോറ് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ആരോ ചെയ്യട്ടെ, DYFIയുടെ പ്രവർത്തകന്മാർ അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി അതിലൂടെ നടക്കുന്ന വലിയൊരു സാമൂഹ്യ വിപ്ലവമുണ്ട്. ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ആളാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് പോലും അത് കഴിക്കുന്ന ആളുകൾ അറിയാതെ അവർ ഓരോ ഭക്ഷണവും കഴിക്കുന്ന സമയത്ത് മനുഷ്യനാണ് അത് ഉണ്ടാക്കിയത്, തയ്യാറാക്കിയത് എന്നുള്ള ധാരണയോടുകൂടി അത് കഴിക്കുന്നത് നായരും നമ്പൂതിരിയും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും ഈ ഭക്ഷണം ഏത് വീട്ടിൽ നിന്ന് ഏത് അടുക്കളയിൽ ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളാണ് അത് ഉണ്ടാക്കിയതെന്നറിയാതെ കഴിക്കുന്നു എന്നുള്ള വലിയൊരു സാമൂഹ്യ വിപ്ലവം ഈ പൊതിച്ചോറ് വിപ്ലവത്തിലൂടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. മാത്രമല്ല വലിയൊരു സംഘടന ചെയ്യുന്ന നല്ല കാര്യം അതിനെ മറ്റൊരു നല്ല കാര്യം ചെയ്തുകൊണ്ടാണ് അതിനെ മറികടക്കേണ്ടത്. ഇപ്പോൾ DYFI ചെയ്യുന്ന ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളും അതിനെ കോമ്പറ്റ് ചെയ്യുന്ന മറ്റൊരു സംഘടന എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ KMCCയുടെ പ്രവർത്തനങ്ങൾ, CH സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, അവരുടെ ബൈത്തുർ റഹ്മ പ്രവർത്തനം, അതൊക്കെ അഭിനന്ദിക്കേണ്ട നല്ല പ്രവർത്തനങ്ങളാണ് ഏത് പാർട്ടി ചെയ്താലും. അതേപോലെ തന്നെ DYFIയും ചെയ്യട്ടെ. അവർ ധാരാളം ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ വീട് നിർമ്മിക്കാനൊക്കെ തന്നെ അവർ നന്നായി പ്രവർത്തിക്കുന്ന അവരുടെ ഏറ്റവും എണ്ണപ്പെടുന്ന പ്രവർത്തനമാണ് ഇപ്പോഴത്തെ ഈ പൊതിച്ചോറ് വിപ്ലവം. ആ പൊതിച്ചോറ് എല്ലാ വീടുകളിൽ നിന്നും ശേഖരിച്ച് വണ്ടിയിൽ കൊണ്ടുപോയി ആളുകൾക്ക്, രോഗികൾക്കും ബന്ധുക്കൾക്കും കൊടുക്കത്തുള്ള നല്ലൊരു നന്മ പ്രവർത്തനം നടത്തുമ്പോൾ അതിനെന്തിനു നമ്മൾ തള്ളിക്കളയണം? മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഉടനീളം പരിശോധിച്ചാൽ അരാജകത്വത്തിൻ്റെ രാഷ്ട്രീയം മാത്രമേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 9 നേതാക്കളുടെ പൊതുപ്രവർത്തകരുടെ ഭാവി തകർത്ത ആളാണ്. DIC രൂപീകരിച്ച സമയത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം വാശി പിടിച്ചതിൻ്റെ പേരിലാണ് കേരളത്തിലെ 9 MLAമാർ അവർ പിന്നീട് ഒരിക്കലും പച്ച തൊട്ടിട്ടില്ല. 9 പേര്. അതിൽ തോമസ് ചാണ്ടി മാത്രമേ പിന്നീട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. മലയത്ത് സരളാദേവി ആയാലും അതേപോലെ TV ചന്ദ്രമോഹനായാലും അങ്ങനെ എത്രയോ ആളുകളുടെ 9 നല്ല പ്രവർത്തിക്കുന്ന MLAമാരുടെ ഭാവി കളഞ്ഞ, അവരെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ച് അവരുടെ രാഷ്ട്രീയം തന്നെ ഇല്ലാതാക്കിയ ആളാണ്. അതേപോലെ V ബാലറാം എന്ന് പറയുന്നൊരു പാവം മനുഷ്യനുണ്ടായിരുന്നു, വടക്കാഞ്ചേരിയിൽ നിന്ന് ജയിച്ചു. അയാളെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ച് മുരളിയും തോറ്റു. പിന്നീട് ആ ബാലറാം കോഴിക്കോട്ട് വന്ന് മത്സരിച്ച് ശ്രീ വീരേന്ദ്രകുമാറിനോട് ബാലറാം ഇവിടെയും പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും കളഞ്ഞു. അങ്ങനെ കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മണ്ടൻ തീരുമാനങ്ങൾ കാരണം കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമില്ലാതെ പച്ച തൊടാതെ പോയ എത്രയോ ആളുകളുണ്ട്. അത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങളാണ് ആരോഗ്യവകുപ്പിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനം ഇങ്ങനെ കുറേ ആളുകൾ രക്തം കൊടുത്തും, സർക്കാരിന് എല്ലാവർക്കും രക്തം കൊടുക്കാൻ സാധിക്കും, കുറേ ആളുകൾ രക്തം കൊടുത്തും കുറേ കമ്മിറ്റികൾ ഈ ചികിത്സയ്ക്ക് ആവശ്യമായ പണം സ്വരൂപിച്ച് കൊടുത്തുകൊണ്ടൊക്കെയാണ് മെഡിക്കൽ കോളേജിൽ പാവങ്ങളുടെ ചികിത്സ നടക്കുന്നത്. ഇപ്പോൾ കിഡ്നി ഫെയിലിയറായ ആൾ മെഡിക്കൽ കോളേജിൽ ഇട്ട് നിങ്ങൾ എന്തെങ്കിലും മാറ്റിക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ആളുകൾ മരിച്ചു പോകും. അപ്പോൾ മരിക്കാതിരിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി, രാഷ്ട്രീയത്തിന് അതീതമായി കമ്മിറ്റി ഉണ്ടാക്കി അവർ പണം പിരിച്ചൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ എല്ലാ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നത്. അതേപോലെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, അതേപോലെ വ്യവസായികളൊക്കെ തന്നെ വിവിധ വാർഡ് നവീകരണം ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇനി വേണ്ട, ആരുടെയും ബോർഡ് വേണ്ട, പ്രവർത്തനം വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് സർക്കാരിനെല്ലാം നടത്താൻ സാധിക്കണം. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം, എല്ലാവർക്കും ആവശ്യമായ രക്തം കൊടുക്കാൻ സാധിക്കണം, മരുന്ന് കൊടുക്കാൻ സാധിക്കണം. കിഡ്നിയും കരളും ഒക്കെ മാറ്റിവെക്കുന്ന ആളുകൾക്ക് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ സർക്കാർക്ക് സാധിക്കില്ല. സർക്കാരിന് അതെല്ലാം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മണ്ടൻ അഭിപ്രായങ്ങൾ അങ്ങ് ദയവ് ചെയ്ത് പറയരുത്. അങ്ങ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് തലയിടരുത്, മണ്ടത്തരം പറയരുത്. നല്ല രീതിയിൽ വകുപ്പ് ഭരിക്കാനാണ് അങ്ങ് ശ്രമിക്കേണ്ടതെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.